എസ് അച്യുതാനന്ദന്റെ മുൻ എ സുരേഷിനെ മലമ്പുഴയിൽ മത്സരിപ്പിക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. സുരേഷിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. ഇതിനായി സുരേഷുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തി. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ലെന്ന് സുരേഷ് അറിയിച്ചു. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് 10-ലേറെ കൊല്ലമായി. ഞാനൊരു 3 അപ്പീൽ സംസ്ഥാന സെക്രട്ടറിക്കും കൊടുത്തു, ഒരു അപ്പീൽ പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കും കൊടുത്തു. ഇതുവരെയായിട്ടൊരു മറുപടി പോലും തന്നിട്ടില്ല. എന്നിട്ട് ഞാൻ പാർട്ടി അനുഭാവിയായി, ഇടതുപക്ഷ അനുഭാവിയായിട്ട് ഞാൻ തുടരുകയാണ്. ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത്തരം കാര്യങ്ങൾ കൊടുത്ത വാർത്തയെ സംബന്ധിച്ചൊരു തീരുമാനം എൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തിപരമായി ഞാൻ എടുത്തിട്ടില്ല. ആരാണ് ബന്ധപ്പെട്ടത്? KPC നേതാക്കളാണ്. ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറല്ല. അല്ല, അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇതും പറഞ്ഞിരുന്നു, വാസ്തവമാണ്, നിഷേധിക്കുന്നില്ല. പക്ഷെ ഞാൻ അത്തരം ഒരു കാര്യം തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ കേരളത്തിൽ ഇടതുപക്ഷം നിലനിൽക്കണമെന്നും ഇടതുപക്ഷ മൂല്യങ്ങൾ ചോരാൻ പാടില്ല എന്നും വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട്. ഇവിടെ പാർട്ടി ഉണ്ടാവണം. പണ്ട് വിജയൻ മാഷ് പറഞ്ഞ പോലെ ഇങ്ങനെ പോയാൽ ഇടതുപക്ഷ മൂല്യങ്ങൾ തകർന്നാൽ പാർട്ടി ഉണ്ടാവില്ല, ജനങ്ങൾ കൂടി ഉണ്ടാവില്ല, പാർട്ടി ഉണ്ടാവും. പാർട്ടി ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഞാൻ. സച്ചിദാനന്ദ മാഷെ പോലുള്ള പല ആളുകളും അത്തരം അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്നെപ്പോലുള്ള അനുഭാവികളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇവിടെ പാർട്ടി ഉണ്ടാവണം, ഇടതുപക്ഷ മൂല്യങ്ങൾ തകരാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ പലരും സംസാരിച്ചതായും എ സുരേഷ് പറഞ്ഞു. പക്ഷേ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. CPM-വുമായി അകൽച്ചയിലാണ് സുരേഷ്. അതേസമയം സുരേഷിനെ മലമ്പുഴയിൽ മത്സരിപ്പിക്കാൻ സാധിച്ചാൽ കോൺഗ്രസിന് മികച്ച മുന്നേറ്റമുണ്ടാകുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. ഇതിനായി KPCCയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് സുരേഷുമായി ചർച്ച നടത്തിയിട്ടുള്ളതെന്നാണ് വിവരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മലമ്പുഴയിൽ 3-ാം സ്ഥാനത്താണ് കോൺഗ്രസ് ഉള്ളത്. CPM വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലത്തിൽ BJP-യാണ് 2-ാം സ്ഥാനത്തുള്ളത്.